ഏയ് റിലാക്സ് യാർ. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതുക. സാൻഡ്രയെ പോലൊരാൾ ഒരിക്കലും ഇങ്ങനെ പെസിമിസ്റ്റിക് ആവാൻ പാടില്ല. ഹലോ, യാ ഡോക്ടർ എഡ്വേർഡ്. യാ ദിസ് ഇസ് രാംദാസ് മേനോൻ. ഹായ്. യാ ഹൗ ആർ യു ഡൂയിങ് യാ? ഇപ്പോ എങ്ങനെയുണ്ട്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? Actually, I'm a patient with glioma here. Yeah, that's right. Yeah, she needs urgent treatment. No, I mean, it's സാൻഡി, എന്താ? എന്താ സാൻഡി? എന്താ നീ ഇങ്ങനെ? 2 weeks maybe. ലവണ്യ, Will you be എനിക്ക് available? ജീവിക്കണം. I want to Okay, live. that's cool. അതല്ലേ? Yeah, actually, അതിനല്ലേ can we make നമ്മള് arrangements for that? പക്ഷേ Okay, that's fine. പക്ഷേ ക്രിസ്റ്റി. Right. Thank you. Hey, what happened? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. Don't worry. തൽക്കാലം മിസ് സാൻഡ്ര പുന്നൂസിന്റെ ആയുസിന്റെ കണക്ക് എന്റെ കയ്യിലാ. ഒരു 30 വർഷം കൂടി ഈസി ആയിട്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. തനിക്കൊന്നും ഇല്ലടോ. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എന്താ പോരെ? Cheer up. Take care of her. ലവണ്യ, ഞാൻ ചെയ്ത ഒരു സ്റ്റുപ്പിഡിറ്റി. അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ പേടിക്കണ്ട, അതിന് നമ്മളൊരു വഴി കണ്ടെത്തും. ഈ ഇമെയിൽ ഐഡി അവൻ ചേഞ്ച് ചെയ്തല്ലോ സാൻഡി. ഇനിയിപ്പോ ലവണ്യ, ഇവിടെ എത്തിയ ദിവസം അവൻ അങ്കിളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നു. ആ നമ്പർ കണ്ടെത്തിയ അവൻ എവിടുന്നാ വിളിച്ചതെന്ന് നമുക്കറിയാമായിരുന്നു. യെസ്, ഏതാ മൊബൈൽ? എയർടെൽ. താങ്ക് യു. യു ആർ വെൽക്കം. ഹലോ. ഹലോ, ഇത് എവിടെയാ ഈ സ്ഥലം? അത് കൊള്ളാം. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത് ഏതാ സ്ഥലം എന്നാ? ഇത് കോഴിക്കോടിനടുത്തേ രാമനാട്ടുകാരിലെ ബൂത്താ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സോറി, നോ ചാൻസ്. അതൊരു ബൂത്താ. അല്ലെങ്കിൽ തന്നെ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാനുള്ള വിഡ്ഢിത്തം ഒരു ക്രിമിനൽ കാണിക്കോ? കള സാൻഡി, നമുക്ക് വേറെ വഴി നോക്കാം. എക്സലന്റ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നീ പറഞ്ഞ കഥയും അതിന്റെ പ്രസന്റേഷൻ. തുടക്കം മുതലേ ഞാൻ ഊഹിച്ചു സാൻഡ്ര പുന്നൂസിന് പിന്നിൽ ഇതുപോലെ വളരെ ഡിഫറന്റ് ആയ ഒരു കഥയുണ്ടാകും. നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. അച്ഛനും അമ്മയും മരിച്ച കോടീശ്വരിയായ സാൻഡ്ര പുന്നൂസ്, ഇഷ്ടം പോലെ പണം, ബംഗ്ലാവ്, വണ്ടികൾ, പരിചാരകർ, എല്ലാ സുഖങ്ങളും വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ ലോകത്ത് വൻ വില കൊടുത്ത് സാൻഡ്ര സ്വന്തമാക്കിയതോ ഒരു വാടക കൊലയാളി. വിരൽത്തുമ്പിലെ ചുവന്ന ബട്ടണിൽ നിയന്ത്രിക്കാവുന്ന ഏതോ ഒരു കളിപ്പാട്ടം പോലെ മരണത്തെ കൂടെ കൊണ്ടു നടക്കാൻ സാൻഡ്ര മോഹിച്ചു. സ്വാഭാവികം, കഥാകാരിയല്ലേ, വളരെ സ്വാഭാവികം. എഴുതാൻ മറന്നുപോയ ഏതോ കഥയിലെ നായികയെ പോലെ മരണത്തിന് വിരുന്നൊരുക്കി സാൻഡ്ര കാത്തിരുന്നു. നൈസ്. സംഗതി കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെപ്പോലുള്ള സുന്ദരികളായ പെമ്പിള്ളാരെ കാണുമ്പോൾ ഒടേ തമ്പുരാൻ പോലും അറിയാതെ സാഹിത്യം ഒഴുക്കി വിടുന്ന ചാനലുകാർക്കും പത്രക്കാർക്കും 4 ആഴ്ചത്തെ മൃഷ്ടാന്നത്തിനുള്ള വക മോളായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വെരി നൈസ്. ബട്ട് നൗ യു ആർ അണ്ടർ അറസ്റ്റ്. ചാകണമെങ്കിൽ ചത്തോളൂ. അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? നാട്ടു നടപ്പുള്ളത് ഒന്നും പോരെങ്കിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ മതി. നല്ല പുതുപുത്തൻ സ്പാർക്കുകൾ കിട്ടും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, എന്നിട്ട് റോയലായിട്ടങ്ങ് മരിക്കണം. മറ്റാരെയും അത് ബാധിക്കില്ല. ഇവിടെ നീ കാരണം നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നീ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. നോ നോ നോ. നിന്റെ നിഴല് പോലെ നിറതോക്കുമായി എവിടെയൊക്കെയോ അയാളുണ്ട്. നിന്നെ ഉന്നം വെക്കുന്ന ഒരു ബുള്ളറ്റ്. ഒരിക്കൽ കൂടി ഉന്നം തെറ്റിയാൽ ഒരുപക്ഷെ ഈ കുട്ടി അല്ലെങ്കിൽ മറ്റൊരാൾ. Shut up! Come on, get in. Sir, please. There is only 2 more weeks. ഇവളുടെ യുഎസിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. അതുവരെങ്കിലും പ്ലീസ് സർ. Do what I say.
ലാവണ്യ ഇറങ്ങിക്കോളൂ. ആൻഡ് യു ഓൾസോ ഇറങ്ങിക്കോളൂ. നിക്കേ. ഒരു പോലീസ് ഓഫീസറും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. നമ്മുടെ മീറ്റിംഗും താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളും തൽക്കാലം പുറത്താരും അറിയണ്ട. ആദ്യം ട്രീറ്റ്മെന്റ് നടക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. കില്ലറെ തോൽപ്പിക്കാൻ എനിക്ക് മിടുക്കി കുട്ടിയായി സാൻഡ്രയെ തിരിച്ചു വേണം. പോയി വാ, ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. വെയിറ്റ്, അവന്റെ മുഖം സാൻഡ്രയ്ക്ക് ഓർമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഗുഡ്. Then I need your help. ഇവൻ തന്നെയാണ് സാർ, ക്രിസ്റ്റി ലോപ്പസ്. हाँ ठीक है रफीक, मालूम है मुझे, ध्यान रखूंगा. बस 3-4 दिन के बात है ना. हाँ अरे कुछ नहीं यार, यहाँ का पुलिस मुझे कुछ नहीं करेगा. ठीक है, अगले हफ्ते मिलेंगे. कौन है यार? रफीक. തിരിച്ചു മുംബൈക്ക് ചെല്ലാൻ അല്ലേ? ആ, പക്ഷെ അത് പറയാനല്ല ഇപ്പൊ വിളിച്ചത്. വേറെന്താ എനി പ്രോബ്ലം? കമ്പ്യൂട്ടറിൽ ഡെവലപ്പ് ചെയ്ത എന്റെ ഇമേജ് കേരള പോലീസ് മുംബൈക്ക് അയച്ചിരിക്കുന്നു. സകല ഡീറ്റെയിൽസും കണ്ടുപിടിക്കാനുള്ള വലിയൊരു ശ്രമം. ബട്ട് ഫെയിൽഡ്. ക്രിസ്റ്റി ലോപ്പസ് അങ്ങനെ ഒരു ക്രിമിനൽ മുംബൈ നഗരത്തിൽ ഇല്ലല്ലോ ജൂലിയ. ഞാനൊരു പാവം സിറ്റിസൺ അല്ലേ. ഇന്ന് വരെ മുംബൈ പോലീസിന്റെ റെക്കോർഡ്സിൽ മുഖം കാണിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു പാവം പൗരൻ. Hey, what happened? സൂക്ഷിക്കണം ക്രിസ്റ്റി. AC സൂര്യനാരായണൻ ആൻഡ് CI അബ്ദുൽ നാസർ, they are the talk of the town, sharp and vigilant. അവരുടെ കണ്ണിൽ പെട്ടാൽ ക്രിസ്റ്റി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. കിട്ടാവുന്ന പണം നമുക്ക് കിട്ടി, അതുമായിട്ട് നമുക്കങ്ങ് പോകാടാ. ആ പെണ്ണിനെ നീ വെറുതെ വിട്. ചോട്ടയാർ ഫെർണാണ്ടസ് ബായുടെ മകള് തന്നെ ഇത് പറയണം. തന്തയാരെന്നറിയാത്തവനാ ഞാൻ, പക്ഷേ ഇന്ന് വരെ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല. ജൂലിയ, സാൻഡ്ര പുന്നൂസിനെ പറഞ്ഞയച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. സോ ബി പേഷ്യന്റ്. ക്രിസ്റ്റി, എവിടെ പോവാ മോളെ? മോളെ എക്സ്ക്യൂസ് മീ, ബ്ലൂ ജീൻസ് ഇട്ടൊരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ? ആ കുന്തം എടുത്ത് മാറ്റ്. ഒരു ബ്ലൂ ജീൻസ് ഇട്ട പെൺകുട്ടി ഇതുവഴി വന്നായിരുന്നു. I don't see. Excuse me. എന്താ പേര്? എന്റെ
നിന്ന് നിപ്പിൽ ഇങ്ങനെ ആളെ കാണാതായാൽ ഞാനിത് എവിടെ പോയി തപ്പും? സോറി മാഡം. സ്റ്റോറി ആക്കാനുള്ള സമയമില്ല. നീ ഒക്കെ ഏതടപ്പിന്ന് വരുന്നടാ കൊരങ്ങ. ഞാൻ എവിടെല്ലാം തെരഞ്ഞെന്നറിയോ? ആരെ? മോളെ. മോളെ കണ്ടോ? എന്നിട്ട് എവിടെ? എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്താ മോളുടെ പേര് പറയൂ. നാണമാകുന്നല്ലേ? നാണം വേണ്ട, ഞാൻ കണ്ണടച്ചു നിന്നോളാം. എന്റെ ചെവിയിൽ പറയൂ. വാട്ട് ഈസ് യുവർ സീക്രട്ട്? Hi, sweetie. Whom do you want? Yes? Hello, Sandriana. Christy's here. Please come soon, sir. What? Christy? Are you sure? Where are you now? Pioneer Towers. Okay, be there. അവനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. I will send somebody immediately. You rush to Pioneer Towers. Christy is there. Sir.